എൻ്റെ പേര് ആതിര. ഇന്ന് തിരുവോണനാളിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത്. എൻ്റെ പൂക്കളത്തിൽ 2 വണ്ടുകൾ കയറി തേൻ കുടിച്ചു പോയ സംഭവമാണ്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. എൻ്റെ വീട് കൊച്ചിയിലാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മുമ്മ, പിന്നെ 2 അനിയത്തിമാരുമുണ്ട്. അച്ഛൻ ഡ്രൈവറാണ്. അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുന്നു. അനിയത്തിമാർ പഠിക്കുന്നു. കോളേജിൽ ഓണാഘോഷ പരിപാടി ആയതുകൊണ്ട് ഞാൻ ഇന്നലെ, അതായത് തിങ്കളാഴ്ച രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി കേരള സാരി എല്ലാം ചുറ്റി പുതിയ കമ്മലും വളയും എല്ലാം ഇട്ട് നല്ലോണം ഞാനൊന്ന് ഒരുങ്ങിയിറങ്ങി. കേരള സാരി ചുറ്റിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി വന്നെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ആ രീതിയിലായിരുന്നു എല്ലാം കിടന്നിരുന്നത്. കോളേജിലെ ചെക്കന്മാരെയൊക്കെ ഒന്ന് വീഴ്ത്തണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്നും സാധാരണ പോലെ പോകുന്നത് കൊണ്ട് എൻ്റെ സൗന്ദര്യമൊന്നും എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റാറില്ലായിരുന്നു. പിന്നെ അപ്പൻ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അപ്പനാണ് കോളേജിൽ കൊണ്ട് വിടാറ്. അതുകൊണ്ട് അപ്പൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങിപ്പോകാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം അപ്പനൊരു ചൂടനാണ്, നല്ല വഴക്ക് കേൾക്കും. ഒരു ദിവസം ഞാനൊരു ജീൻസും ടോപ്പും ഇട്ട് കോളേജിൽ പോയത് തന്നെ അപ്പന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഭാഗ്യത്തിനായിരിക്കും അപ്പൻ ചെന്നൈയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിപ്പോയത്. ശനിയാഴ്ച വൈകുന്നേരം പോയതാണ് അപ്പൻ ചെന്നൈയിലേക്ക്. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഒരുങ്ങിയിറങ്ങിയത്. എൻ്റെ ഒരുക്കം കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് അമ്മയെ ജോലിക്ക് പോകാൻ കാത്തു നിൽക്കുന്ന സിന്ധു ആൻറ്റി കണ്ടു. എന്നെ കണ്ടതും അവരെന്നോട് പറഞ്ഞു, എന്താടി, നീ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അത് കേട്ടതും എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ആ അതെ, അഭിനയിക്കാൻ പോവാണ്. എന്താ, നിങ്ങളും വരുന്നോ? ഒരു മുത്തശ്ശിയുടെ റോളുണ്ട്. ഇത് കേട്ടതും സിന്ധു ആൻറ്റിയും കലിപ്പായി എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് ഈ ആണുങ്ങളെയൊക്കെ വഷളാക്കുന്നത്. ഇങ്ങനെ അവിടെ ഇവിടെയും കാണിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഭർത്താവിനെ ഉറക്കിക്കിടത്തി കാമുകനെ വിളിച്ച് വരുത്തിയ ടീമാ എന്നോട് ഈ ന്യായം പറയുന്നത്. ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ഒരു വഴിക്ക് ഒരുങ്ങിയിറങ്ങിയതല്ലേ, എന്തിനാ വെറുതെ അലമ്പാക്കുന്നത്? ഡി, നീ എപ്പോഴാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരിക എന്ന് അമ്മ എന്നോട് ചോദിച്ചു. അത് അറിയില്ല അമ്മേ, മിക്കവാറും രാത്രിയാകും. ഏ, രാത്രിയോ? രാത്രിയൊന്നും ആകാൻ നിൽക്കണ്ട, നേരത്തെ ഇങ്ങ് വന്നേക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അമ്മ ജോലിക്ക് പോയി. അനിയത്തിമാർ ഇളയച്ചൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. അവരുടെ കൂടെ കളിക്കാൻ പോയതാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു. കുറച്ച് ചേട്ടന്മാരുണ്ട് അവിടെ ബസ് കാത്ത് നിൽക്കുന്നു. ഞാനല്ലാതെ വേറെ സ്ത്രീകളൊന്നും അവിടെ ഇല്ല. എന്നെ കണ്ടതും എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒരുത്തൻ്റെ നോട്ടം കുറച്ച് കൂടുതലായിരുന്നു. അവർ നോക്കുന്നത് കണ്ട് എനിക്കും സന്തോഷമായെങ്കിലും ഞാനത് മുഖത്ത് കാണിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബസ് വന്നത്. ബസ് മുഴുവൻ ആളുകളായിരുന്നു. ബസ്സിൽ കയറുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കോളേജ് എത്തുവോളം ഒരു ടൈം പാസ് ഉണ്ടായാൽ മതിയായിരുന്നു എന്ന്. എൻ്റെ പ്രതീക്ഷക്കൊത്ത് തിരക്കായിരുന്നു ആ ബസ്സിൽ. ഞാൻ ബസ്സിൽ കയറുന്ന നേരം പിന്നിൽ നിൽക്കുന്നവരെല്ലാം എന്നെ നന്നായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നോട്ടം കണ്ടാലേ അറിയാം ഇന്ന് ഞാൻ പൊളി ലുക്കാണെന്ന്. ഇന്ന് ഞാൻ കോളേജിൽ ഒരു പൊളി പൊളിക്കും. അങ്ങനെ അതും ആലോചിച്ച് ഞാൻ ബസ്സിൽ കയറി. ഞാൻ അറിയാത്ത പോലെ തിക്കി തിരക്കി പുറകിലേക്ക് നീങ്ങി നിന്നു. കുറേ ചെറുക്കന്മാരുണ്ടായിരുന്നു അവിടെ. ഞാൻ അവർക്ക് പാകത്തിന് ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. പക്ഷേ അവരൊന്നും എൻ്റെ അടുത്തേക്ക് പോലും വന്നില്ല. എല്ലാത്തിനും ഭയങ്കര പേടി. ഇതിനിടക്ക് കണ്ടക്ടർ ചേട്ടൻ ഒന്ന് അടുത്തോടെ പോയി. അറിഞ്ഞോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ബ്ലൂടൂത്ത് ഒന്ന് കണക്റ്റായി. ഞാൻ വീണ്ടും തിരക്കഭിനയിച്ച് കുറച്ചുകൂടി പുറകിലേക്ക് നിന്നു. ഏയ്, നടന്നില്ല, ഒന്നും നടന്നില്ല. ഞാൻ നിരാശപൂർവ്വം പിറകിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു ചേട്ടൻ എല്ലാവരെയും തിക്കി തിരക്കി എൻ്റെ അടുത്തേക്ക് വരുന്നു. എൻ്റെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷ മുളച്ചു. ആ ചേട്ടൻ 2 ചെറുക്കന്മാരെ ഒതുക്കി നിർത്തി എൻ്റെ അടുത്ത് ഇടം കണ്ടെത്തി. ഞാൻ മുന്നിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാത്ത പോലെ ഒന്ന് തിരിഞ്ഞു നോക്കി.
അപ്പോൾ ആ ചേട്ടൻ എന്നെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. തിരിച്ച് ഞാനും. ബസ്സൊന്ന് ചെറുതായി ബ്രേക്ക് ഇട്ടപ്പോൾ തന്നെ ഒരു മല വന്ന് വീണ പോലെ ഞാൻ വീണു. ഞാൻ അധികം വെയിറ്റ് ഇടാനൊന്നും നിന്നില്ല. ഏറിപ്പോയാൽ ഇനി കോളേജിലേക്ക് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് ഒതുങ്ങി. മഴക്കാർ മൂടി വരുന്നത് ഞാൻ കണ്ടു. ഓണമായിട്ട് എല്ലാം വെള്ളത്തിലാകുമോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ആ സമയവും അയാൾ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും ചെറുപ്പക്കാർക്കില്ലാത്ത ധൈര്യം അയാൾ കാണിച്ചല്ലോ. എൻ്റെ ആ ഒതുങ്ങി നിൽപ്പ് അയാൾക്ക് ഒരു ഗ്രീൻ സിഗ്നലായി എടുത്തു. പക്ഷേ ആ ചേട്ടനും നല്ല പേടി ഉണ്ടായിരുന്നു. ചുമ്മാ കയറി വരുന്നുണ്ടായിരുന്നില്ല. ചേട്ടൻ അടുത്ത ബ്രേക്കിനായി കാത്തു നിൽക്കായിരുന്നു. ഞാനും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ച പോലെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. വന്ന് കയറുന്നു ഒരു കൊമ്പൻ. അയ്യോ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ ഇത്? ഇതെങ്ങനെയാ ഇത്രയും നേരം വീർപ്പുമുട്ടി നിന്നത്? എന്തായാലും ഇത് കൊള്ളാം. ഏത് മലയും തുളച്ചു പോകും. ആരാണെന്നാവോ ഇയാളുടെ കെട്ടിയോൾ. അതിന് നടക്കാൻ പറ്റുന്നുണ്ടോ ആവോ? ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു ഞാൻ നിന്നു. പക്ഷേ നല്ല റോഡായതുകൊണ്ട് തന്നെ അധികം ബ്രേക്കില്ലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഓണമായതുകൊണ്ടായിരിക്കും ഇത്രയും ജനം. പിന്നെ ബ്രേക്കൊന്നും കാണാതായപ്പോൾ ഞാനൊന്ന് ചുറ്റിലും നോക്കി. എല്ലാവരും ഓരോന്നാലോചിച്ചിരിക്കുകയാണ്. ചിലർ ബസ്സിലെ കരിമിഴി കുരുവിയെ കണ്ടില്ല എന്ന പാട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. സൂചി കൊത്താൻ ഇടമില്ലാത്ത ബസ്സിൽ ചേട്ടൻ സ്വന്തം സൂചിയെടുത്തു. പിന്നെ ഒട്ടും മടിപിടിച്ച് നിന്നില്ല ആ ചേട്ടൻ. പെട്ടെന്ന് ഞാൻ പരിസരം മറന്നു എന്നൊരു സംശയം. ഞാൻ വേഗം ചുറ്റിലും നോക്കി. എല്ലാവരും പാട്ടും കേട്ടിരിക്കുകയാണ്. ദാ ആരോ എന്നെ നോക്കുന്നു. ആരാ അത്? ഒരു പഞ്ചവർണ്ണ തത്ത. ഒരു 30-35 വയസ്സ് കാണും. ഒരടിപൊളി ആൻറ്റി. ലൈറ്റ് പച്ച നിറത്തിലുള്ള ഒരു സാരിയാണ് വേഷം. ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ആൻറ്റി എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന്. എൻ്റെ മുഖത്തെ ഭയം കണ്ടിട്ടാണോ എന്ന് അറിയില്ല. ആ ആൻറ്റി എന്നെ നോക്കി തലയാട്ടി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഞാൻ ചെറിയ നാണത്തോടെ തല താഴ്ത്തി നിന്നു. ഇതൊന്നും ആ ചേട്ടൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആൻറ്റി നോക്കുന്നത് കൊണ്ട് കുറച്ച് മുന്നിലേക്ക് നീങ്ങി നിന്നു. പക്ഷേ ഇതൊന്നും അയാൾ അറിയുന്നു പോലുമില്ല. അയാളുടെ ആവേശം മാറി മറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പൊട്ടേണ്ടതൊക്കെ പൊട്ടിയെന്ന്. ആ വെപ്രാളം പെട്ടെന്ന് നിശ്ചലമായി. തിരക്കെല്ലാം ഒന്നൊതുങ്ങി. കുറച്ച് കാറ്റും വെട്ടവും ഞാൻ അറിഞ്ഞു. ഞാൻ മെല്ലെ ആ ആൻറ്റിയെ നോക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ പഞ്ചവർണ്ണ തത്ത ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് നോക്കാൻ നിന്നില്ല. എൻ്റെ കോളേജ് സ്റ്റോപ്പ് അടുത്തെത്തി. ഞാൻ തിരക്കിൽ നിന്നും അകന്നു. ഫ്രണ്ടിലൂടെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. പെട്ടെന്ന് അയാൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നു. ആ തിരക്കുള്ള ബസ്സിൽ അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ചെവിയിൽ ചോദിച്ചു, നിൻ്റെ നമ്പറൊന്ന് തരുമോ? ഞാൻ ഇത് കേട്ട് ഒന്നും മിണ്ടിയില്ല. വീണ്ടും അയാൾ ആ ചോദ്യം തുടർന്നു. അപ്പോൾ ഞാനില്ലെന്ന് തലയാട്ടി കാണിച്ചു. പ്ലീസ് ഒന്ന് താടോ. ഞാൻ വീണ്ടും തലകൊണ്ട് ഇല്ലെന്ന് കാണിച്ചു. എൻ്റെ മനസ്സിൽ കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അത് ശരിയാവില്ല. അയാൾ വീണ്ടും എൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ നമ്പർ തന്നില്ലെങ്കിൽ വേണ്ട. എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. വല്ല ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക്. ഇത് കേട്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ നിന്നു. അപ്പോൾ അയാൾ എന്നെ ഒന്ന് തട്ടി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. എൻ്റെ നോട്ടം കണ്ട് അയാൾ തല താഴ്ത്തി. പ്ലീസ് ഒന്ന് എഴുതിയെടുക്കേണ്ട നമ്പർ. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. എൻ്റെ ബാഗിൽ നിന്നും എൻ്റെ ഫോൺ എടുത്തു. ഇത് കണ്ട് അയാൾ നമ്പർ പറയാൻ തുടങ്ങി. ഞാൻ അയാളുടെ നമ്പർ ഫോണിൽ സേവ് ചെയ്തു. എൻ്റെ സ്റ്റോപ്പെത്തി ഞാൻ ഇറങ്ങാൻ തുടങ്ങി. തിക്കി തിരക്കി ഞാൻ എൻ്റെ സ്റ്റോപ്പിലിറങ്ങി. കുറച്ച് ബാക്കിലേക്ക് നീങ്ങി നിന്ന് ഞാൻ ആ ബസ്സിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ അയാൾ കൈകൊണ്ട് കാണിക്കുന്നുണ്ടായി വിളിക്കണേ എന്ന്. അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു ചെറു പുഞ്ചിരി നൽകി. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, എന്തായാലും വിളിക്കണം. അങ്ങനെ ഞാൻ കോളേജിലേക്ക് നടന്നു. മറ്റു കുട്ടികളെല്ലാം വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നല്ല കളർഫുള്ളായിരുന്നു. പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. എൻ്റെ അമ്മേ, ആകെപ്പാടെ ഒരു ബഹളം. എന്നെ കണ്ടതും എൻ്റെ ഫ്രണ്ട് അലീന എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ നോക്കിയപ്പോൾ അവളുടെ പിറകിൽ വേറെ 2 പേരും ഉണ്ടായിരുന്നു.
അത് മറ്റാരുമല്ലട്ടോ, ജിസ്നയും സൗമ്യയുമായിരുന്നു. 3 പേരും നല്ല ചെത്ത് ലുക്കിലായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവർക്കൊക്കെ ഇത്രയും ലുക്കുണ്ടായിരുന്നു എന്ന്. അലീന, അവൾ പണ്ടേ കുറച്ച് മോഡേണാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഓണപ്പൂക്കളം ഇടുന്ന സ്ഥലത്തേക്ക് പോയി. ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ ഇരുന്ന് ഓണപ്പൂക്കളം ഇടുകയായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കേരള സാരിയിൽ എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇരുന്ന് പൂക്കളിടുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത് കാണാനായി ആൺപിള്ളേർ അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ചില പെൺപിള്ളേർ ഷോ കാണിക്കാനായി അവിടെ ഇവിടെയും എത്താത്തതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റേത് ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരും കാണാതെ എല്ലാം ഒന്ന് വലിച്ചു വെച്ചു. എന്നെയും നോക്കട്ടെ ആൺപിള്ളേർ, ഞാനും കരുതി. അങ്ങനെ ഞാനും അലീനയും കോളേജിലെ 2ാം നിലയിലേക്ക് പോയി. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റെപ്പിൻ്റെ ഇടയിൽ ഒരു ഫ്രീ റൂമുണ്ട്. കോളേജിൻ്റെ സ്പോർട്സ് ഐറ്റംസ് വെച്ചിരിക്കുന്ന ഒരു റൂമാണത്. അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു. കോളേജിൻ്റെ പുറത്തുള്ള മേളത്തിനിടയിൽ നല്ലപോലെ കേൾക്കാൻ പറ്റിയില്ല. ഞാൻ അലീനയും വിളിച്ച് ആ റൂമിലേക്കൊന്ന് നോക്കി. എൻ്റെ അമ്മേ, എന്താ ഇത്? അവളും ഞാനും ഒരുപോലെ ഞെട്ടിപ്പോയി. പല ശബ്ദങ്ങൾ. ഞാനും അലീനയും മുഖത്തോട് മുഖം നോക്കി. അലീന എന്നോട് കണ്ണുകൊണ്ട് വാതിൽ തുറന്നു നോക്കാൻ പറഞ്ഞു. എനിക്കെന്തോ പേടി പോലെ തോന്നി. ഞാൻ അവളോട് പറഞ്ഞു, എടി, നീ തുറന്നു നോക്ക്. ഓക്കെ, നോക്കാം എന്നും പറഞ്ഞ് അവൾ തലയാട്ടി കാണിച്ചു. പുറത്ത് ഓണപ്പാട്ടും ഡാൻസും കൊണ്ട് തകർക്കുകയാണ്. 2 മണിക്കാണ് പൂക്കള മത്സരം. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ആരായിരിക്കും? ദാ അലീന മേലേക്ക് നോക്കി നിൽക്കുന്നു. ഡി, നീ എന്താടി മേലേക്ക് നോക്കി നിൽക്കുന്നത്? എടി, നീ അത് കണ്ടോ? ഒരു വിൻഡോ ഓപ്പണായി കിടക്കുന്നത്. ആ, കണ്ടു. അതിനെന്താ? അല്ലടി, അതിലൂടെ നോക്കിയാലോ നമുക്ക്? ഒന്ന് പോടി, ഇത്രയും ഉയരത്തിൽ നമ്മൾ എങ്ങനെ കയറാനാ? നീ ഇപ്പോൾ തൽക്കാലം വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞു. ആ ശരിയടി, തുറക്കാം. അതും പറഞ്ഞ് അവൾ വാതിൽ മെല്ലെ നീക്കാൻ തുടങ്ങി. ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടു. ഞാനതിലൂടെ പതുക്കിയൊന്ന് നോക്കി.